ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ മണർക്കാട്ടേക്ക് പോയ ചെറിയ ഒരു വീഡിയോ ആണ് കേട്ടോ. വീട്ടിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. പിന്നെ നൈഷുവിൻ്റെ മാലയുടെ കുളത്ത് ഒന്ന് ജാമായിട്ടുണ്ട്, അതും ശരിയാക്കാനുണ്ട്. കമ്മൽ പൊട്ടിയിട്ടുണ്ട്, ഇഷയുടെ കമ്മൽ പൊട്ടിയിട്ടുണ്ട്, ഇഷയുടെ മോതിരം പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി അങ്ങോട്ട് മാറ്റാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. നൈഷു ഇപ്പോൾ 2 ദിവസമായിട്ട് കമ്മലും മാലയൊന്നും ഇടാണ്ട് നടക്കുന്നത്. അപ്പോൾ നമ്മളങ്ങനെ ഇറങ്ങിയപ്പോൾ പറഞ്ഞു പഴയരിയിൽ ഉമ്മാക്കൊരു സ്കീമിൽ കൂടിയിട്ടുണ്ട്, അതിൽ ഉമ്മാൻ്റെ അക്കൗണ്ടിൽ കുറച്ച് പൈസ ഉണ്ട്, നമുക്കത് കൊടുക്കാൻ, അതിൽ ഇനി കൂടുതൽ അടക്കണില്ല അതൊക്കെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പഴയരി പോയതാണ് കേട്ടോ. അപ്പോൾ ഇവരുടെ കമ്മലും മോതിരമൊക്കെ അങ്ങോട്ട് കൊടുക്കാനുണ്ട്. പിന്നെ ഇത് ഈ സ്കീമിൽ കുറച്ച് പൈസയുണ്ട്, പിന്നെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ കൂട്ടിയിട്ട് അത് വാങ്ങിക്കാൻ വിചാരിച്ചിട്ടാണ്. പിന്നെ ചെറിയ ചെറിയ പൊട്ട് സ്വർണ്ണങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ അതൊന്നും എടുത്തു വെക്കൂല കേട്ടോ. അതൊക്കെ വേഗം എന്തെങ്കിലും വാങ്ങുമ്പോൾ അങ്ങോട്ട് കൊടുക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഒന്ന് കാണാണ്ടാവും. അപ്പോൾ അങ്ങനെ നമ്മൾ ഡയമണ്ടിലാണ് കമ്മൽ നോക്കുന്നത്. ഞാൻ നല്ല ചെറിയ കമ്മലാണ് ഉദ്ദേശിച്ചിരുന്നത്, പക്ഷെ നല്ല ചെറിയ കമ്മൽ എനിക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ കുഴപ്പമില്ലാത്തൊരു കമ്മലെടുത്ത്, പക്ഷേ എനിക്കതിപ്പോഴും നൈഷുവിൻ്റെ മുഖത്ത് കുറച്ച് വലുതായിട്ടാട്ടോ തോന്നുന്നത്. എന്നാലും നമ്മളത് എടുത്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ സ്റ്റഡൊക്കെ നല്ല കട്ടി, അവളുടെ കാതിൻ്റെ ഹോളാണെങ്കിലും നല്ല ചെറുതാണ്. അപ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ട് ഇടാൻ, എപ്പോഴും ഇടാൻ സമ്മതിക്കണില്ല, കരയണമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ജ്വല്ലറി താളൊക്കെ ഹെൽപ്പൊക്കെ സീക്ക് ചെയ്തിട്ട് നമ്മൾ ഇട്ട് കൊടുത്തത് കേട്ടോ. അങ്ങനെ നൈഷുവിന് കമ്മലൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്, അവളുടെ മാലയുടെ കുളത്ത് സെറ്റാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇഷമോൾക്ക് മോതിരം വാങ്ങിയിട്ടുണ്ട് കേട്ടോ, ഡയമണ്ടിൽ തന്നെ. അവളുടെ അടുത്ത് കൊടുത്തത് പോലെ തന്നെ ഒന്ന് വാങ്ങിച്ചു. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നൈഷുവിന് ഞാൻ മാലൊന്നും ഇട്ട് കൊടുക്കലുണ്ടായിരുന്നില്ല കേട്ടോ സ്കൂളിലേക്ക്. പക്ഷെ പിന്നെ അല്ലെങ്കിൽ ഒന്നും ഇടാണ്ട് കഴുത്തിലൊന്നും ഇല്ലാണ്ട് നടക്കും, അപ്പോൾ ഒരു സുഖമല്ല. അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം, ഫാൻസിയൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ അവൾക്ക് ഫാൻസി ഒരു മാല വാങ്ങിയത് 2 ദിവസത്തിനേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഞാൻ കുറച്ച് ദിവസം മുമ്പ് കുറച്ചൊക്കെ ആയി അവൾക്ക് ലൈറ്റ് വെയ്റ്റിലൊരു മാല ഇവിടുന്ന് ഈ പഴയിരുന്നിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അത് നല്ല മാല, എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതൊന്ന് പൊട്ടിയെന്ന് പറഞ്ഞിട്ട് അതും സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ബില്ലൊക്കെ പേ ചെയ്ത് നേരെ സ്മാർട്ടിൽ പോയിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ ആ വീഡിയോ എടുക്കാൻ മറന്നു. ഞാനതൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചിട്ട്, പക്ഷെ ഇപ്പോഴും എനിക്ക് പറ്റുന്ന അബദ്ധം കേട്ടോ. വലിയ ആളായിട്ട് വീഡിയോ എടുക്കാൻ തുടങ്ങും, പിന്നെ കുറേ എത്തുമ്പോൾ ഞാൻ ആ വീഡിയോ എടുക്കുന്ന കാര്യം മറന്നിട്ടേ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ സ്മാർട്ട് കയറിയപ്പോൾ കാക്കും കുട്ടികളൊന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, അവരൊക്കെ വണ്ടിയിൽ തന്നെ ഇരുന്നു. അപ്പോൾ ഞാനും ഉമ്മയും പോയിട്ട് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങി വന്നു. പിന്നെ തിരിച്ചു വരുമ്പോൾ ഉമ്മാക്ക് ചെരുപ്പ് വേണം പറഞ്ഞിട്ട് ഷൂ പ്ലാനറ്റിൽ പോയിട്ട് ചെരുപ്പും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മണ്ണാർക്കാട് ഇറങ്ങിയ ഐഷമോൾക്ക് ഫുഡ് കഴിക്കാണ്ട് തിരിച്ചു പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞങ്ങളിപ്പോൾ അടുത്തും കഴിച്ചു എന്തോ പുറത്തുനിന്ന്. അപ്പോൾ ഞാനിനി വേണ്ട, നമുക്ക് വെജിൽ കയറി ലൈറ്റ് ആക്കാമെന്ന് പറഞ്ഞിട്ട് നേരെ ഇവിടെ അടുത്തുള്ളൊരു വെജ് ഹോട്ടലിൽ കയറിയിട്ട് കാക്കു പറഞ്ഞിട്ടോ, കാക്കു എപ്പോഴൊക്കെ വൈകുന്നേരം വന്ന് കഴിക്കലുണ്ട് അത്ര ഇവിടെ, അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ്. അപ്പോൾ ഉമ്മ പൊറോട്ടയും വെജ് കറിയും കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാനും ഇഷമോളും കാക്കുമൊക്കെ നെയ് റോസ്റ്റും. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കാക്കു പറഞ്ഞ പോലെ തന്നെ സാമ്പാറൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ സോഫ്റ്റാണ്, ക്രിസ്പായിരുന്നില്ല. എനിക്ക് അങ്ങനെ ക്രിസ്പായിട്ടുള്ള നെയ് റോസ്റ്റ് ഇഷ്ടമില്ല, അത് നല്ല സോഫ്റ്റ് ആയിരുന്നു. പിന്നെ നമ്മൾ സോഫ്റ്റ് ഡ്രിങ്ക് എന്തെങ്കിലും വാങ്ങിയാൽ ഇപ്പോൾ പെപ്സിയൊക്കെ വാങ്ങിച്ചാൽ അങ്ങനെ ഒളിപ്പിച്ച് വെക്കാട്ടോ നൈഷു കാണിന്, അല്ലെങ്കിൽ നൈഷു നല്ലോണം കുടിക്കും. ഉമ്മാക്ക് 7up ഇഷ്ടം, അപ്പോൾ ഉമ്മ 7upൻ്റെ ചെറിയ ബോട്ടിൽ വാങ്ങിയിട്ടുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും പെപ്സിയും വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഉപ്പാക്കുള്ള ഫുഡ് പാഴ്സൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അവിടുത്തെ പാഴ്സൽ നല്ല വൃത്തിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. കൊടുന്ന വേറൊരു പണിയുമില്ല, ഇതിൽ തന്നെ ഇരുന്ന് കഴിക്കുകയും ചെയ്യാം. ഇതാ വീട്ടിലെത്തിയപ്പോൾ ഇതാ എത്ര സാധനങ്ങൾ വാങ്ങിച്ചതൊക്കെ ഇനി എടുത്ത് വെക്കണം, എന്നിട്ട് വേണം ഇനി ഉറങ്ങാൻ വേണ്ടി.